ഹായ് വെൽക്കം ബാക്ക് എവറിബഡി. അപ്പം ദിസ് ഇസ് മീ ആനന്ദൻ ഫ്രം ചാനൽ 66 അഗെയിൻ. അപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ, അതായത് കഴിഞ്ഞ മാസം എനിക്ക് ഈ ചാനലിൽ ഒരു വീഡിയോ പോലും ഇടാൻ പറ്റില്ല. ഞാനൊരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഐ തോട്ട് ഞാൻ ഒരു ബ്രേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്കിനും എനിക്ക് കൂടുതൽ വട്ടായതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ എന്തിന് ചുമ്മാ ഇരുന്ന് നമ്മുടെ സമയം കളയണം. അപ്പം നമ്മൾ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു. അപ്പം കുഞ്ഞുങ്ങൾ ഇന്ന് വിദ്യാരംഭത്തിനിരിക്കുന്ന ദിവസമാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, നമ്മൾ പൂജ എടുക്കുന്ന ദിവസം. അപ്പോൾ ഇന്ന് തന്നെ വീണ്ടും ഒരു റീസ്റ്റാർട്ട് ബട്ടൺ ഞെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ വീണ്ടും വീഡിയോസ് വരുന്നതായിരിക്കും. ഈ വീഡിയോ എഡിറ്റ് ചെയ്തെന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് അറിയത്തില്ല, പക്ഷേ നമ്മൾ ഐ വിൽ ട്രൈ മൈ മാക്സിമം. അപ്പോൾ ഇന്ന് മായയെ നമ്മൾ തിരിച്ച് ജർമ്മനിലേക്ക് കൊണ്ടുവിടുകയാണ്. അപ്പോൾ ഈ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് മായ എന്നോട് പറയുന്നുണ്ട്, നിൻ്റെ ചാനലിൽ എനിക്കൊരു വീഡിയോയിൽ ഫീച്ചർ ചെയ്യണമെന്ന്. അപ്പോൾ എല്ലാം കൂടി ഒരു ഒത്തു കിട്ടിയ ദിവസം ഇതാ. ഇന്ന് നമ്മൾ മായ തിരിച്ച് വീട്ടിൽ ജർമ്മനിയിലോട്ട് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് പോകുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ തൃശ്ശൂർ പോകും. തൃശ്ശൂർ വടക്കുന്നാഥനൊക്കെ ഒന്ന് കണ്ട് തൊഴുത് മനസ്സൊന്ന് ശാന്തമാക്കി തിരിച്ച് വരാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം വൺസ് അഗെയിൻ ഒട്ടും വൈകിപ്പിക്കാതെ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ വിദ്യാരംഭം ആയതുകൊണ്ട് തന്നെ രാവിലെ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിലൊക്കെ പോയി. ചേച്ചിയുടെ ഭജന ഉണ്ടായിരുന്നു, ചേച്ചിയുടെ ജ്യോതിമ്മയുടെ ഒക്കെ ഭജന ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ പോയി മാക്സിമം മെൻറ്റൽ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വന്നതാണ്. നമുക്ക് ഇവനെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. ഒരു വൃത്തികെട്ട പൂച്ചയുണ്ട് ഇവിടെ, കണ്ടില്ലേ? അവൻ്റെ ഫുട് പ്രിൻറ്റ്സ് കണ്ടോ? അവൻ ഇതുവഴി, ഞാൻ എന്ന് വണ്ടി കഴുകി വൃത്തിയാക്കിയിട്ടാലും ഇതുവഴി അവൻ കയറി അതൊന്ന് വൃത്തികേടാക്കും. ആൻഡ് നമ്മുടെ കിച്ചുമോൻ ഇവിടെ ഉണ്ട്. മോനെ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുട്ടപ്പനായോ? ശുണ്ടടി പെണ്ണാണോ? എൻ്റെ ചക്കരയാണോ? എൻ്റെ ചക്കര മുറ്റാണോ? അപ്പോൾ അതിൻ്റെയൊക്കെ വിടിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത പരിപാടി നമുക്ക് വണ്ടി കഴുകാം. ഒന്നാമതേ വണ്ടി കഴുകാൻ മതി. അതിൻ്റെ കൂട്ടത്തിൽ ഈ സാധനം, ഈ പ്രഷർ വാഷർ ഒന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു പവർ പ്ലഗ് ഉണ്ട്, എക്സ്റ്റൻഷൻ പ്ലഗ്, അത് കാണാനില്ല. അപ്പോൾ നമുക്ക് ഇത് ഈ പരിപാടി നടക്കാൻ പോകുന്നില്ല. നമുക്ക് താഴെ കൊണ്ടുപോയി തോട്ടി കൊണ്ടുപോയി കഴുകാം. കിച്ചുമോനെ, എന്തുവാ ബഹളം? എന്തുവാ നിനക്ക്? എന്തുവാ? എവിടെ പോവാ നീ? വണ്ടി കഴുകാൻ തടസ്സമാണല്ലോ. തോട്ടിൽ ചെന്നപ്പോഴത്തേക്കും തോട്ടിൽ തുണി കഴുകാനാണ്. ഒന്നാമതെ വെള്ളമില്ല. ഉള്ള വെള്ളത്തിൽ അവർ തുണി കഴുകട്ടെ, നമുക്കിവിടെ കഴുകാം. അടി വേണോ കിച്ചുമോനെ? നീ പോടാ പുല്ലേന്നവൻ. വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ വണ്ടി കഴുകിയിട്ട് കാണാം. വലിയ എഫർട്ടില്ലാതെ അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ, പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഷർ വാഷർ ഒന്നും വെച്ച് കഴുകണ്ട. നമുക്ക് ഈ ഹോസ് ഇട്ടങ്ങ് കഴുകിയാൽ മതി, അത്യാവശ്യം വൃത്തിയായി കിട്ടും. ഇനി ഒന്ന് തുടച്ചിട്ട് എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ റെഡിയായി, വണ്ടിക്ക് കാറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് നേരെ ഇനി മായയുടെ വീട്ടിലോട്ട് പോവാണ്. മായയുടെ വീട്ടിൽ പോയി ലഞ്ചൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് പയ്യെ നമുക്ക് എയർപോർട്ടിലോട്ട് ഇറങ്ങാം. അങ്ങനെ നമ്മൾ മായയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഗൈസ്. മായ നമുക്ക് ലഞ്ച് കൊണ്ട് തന്നിരിക്കുന്നു. മായ എന്താടി പറയാനുള്ളത്? ചോറുണ്ട്, അവിയലുണ്ട്, പാത്രം നിറച്ച് ചോറ്. നീ കഴിച്ചോ? ഇനി ഒരു വർഷം കഴിയണം മായ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ലഞ്ച്. നോന് ഇൻവെർട്ടറാണ്. ചളിയുടെ മേളം. അപ്പൊ കഴിക്കട്ടെ. എൻ്റെ അമ്മയുടെ കൈപ്പുണ്യം. അതെ അതെ. ഫൈനലി മൈ മമ്മി ഈസ് ഗോയിങ് വ്ലോഗാ. അതെ, മമ്മി ടി വിക്കകത്ത് വരും കേട്ടോ. എല്ലാരും കുടുംബപരമായിട്ട് കാണാം. പാല് കുടിച്ച് ഫിറ്റായി കിടക്കുകയാണ് ഹരൻ. മായ പോകുന്ന ദിവസം നിനക്ക് എന്താടി പറയാൻ തോന്നുന്നു? മായ പോകുന്നു, മായ വരുന്നു. അടുത്ത വർഷം വരുമല്ലോ. അതെ അതെ അതെ. പാവം. മാനസിക കഷ്ടപ്പെട്ട് അഭിനയിച്ച രംഗങ്ങളാണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടത്.
നോനു എനിക്ക് തന്ന പൂച്ച മസിലൊന്നുമില്ല. നോനു എനിക്ക് തന്ന ടാറ്റയാണ് ഒന്ന് പറഞ്ഞോട്ടെന്ന്. നോനു എനിക്ക് തന്ന ടാറ്റു ആണ് ഗൈസ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ദിസ് ഈസ് നോട്ട് എ ഹാപ്പി ഫേസ്. Then what is this? What? Surface. It's a face. Oh yeah. എനിക്ക് അങ്ങനത്തെ ഇംഗ്ലീഷ് അറിയത്തില്ല. എനിക്ക് അനന്തന്റെ ക്രൗഡിന്റെ സ്പെല്ലിംഗ് പോലും അറിയത്തില്ല. അതെ എന്റെ അവനെ ഏത് ടീച്ചറാണോ ഇംഗ്ലീഷ് പഠിപ്പിച്ചത്? ടീച്ചറിനെ പറയില്ല കേട്ടോ, എന്റെ കുഴപ്പമാണ്. ടീച്ചറിനെ പറഞ്ഞല്ല, ടീച്ചർ നന്നായി പഠിപ്പിച്ചപ്പോ അവൻ പഠിച്ചില്ല. ഒരു പൂശ കൂടെ കൊടുക്കേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും. നോനു വരച്ച പടത്തിന്റെ എന്തോടി ഇത് കണ്ടിട്ട് എന്തോ തോന്നുന്നു പറയാനോ. കൊച്ചിനൊരു ഇവിടെ കണ്ണിനൊരു മറുകുണ്ട്, നെറ്റിക്കൊരു പൊട്ടുണ്ട്, കണ്ണ് കോങ്കണ്ണാണ്. ഇല്ല, വേറെന്താ പറയണ്ടേ? വേറെ എനിക്ക് തോന്നുന്നില്ല. ഈ കണ്ണ് ഇങ്ങോട്ടും ആയിരിക്കുന്നത്. ഇതാണ് മായയുടെ RP കാർഡ്. ക്വാളിറ്റി ഇൻ എഞ്ചിനീയറിംഗ് ഉണ്ടോ? അടിപൊളി. ഇതാണ് മാനസിയുടെ കെട്ടിയവൻ, കോളേജിൽ ഞങ്ങളുടെ സീനിയർ. ഇത്ര നേരം മുങ്ങി കിടക്കുകയായിരുന്നു. മായ പോകുന്നതിന് മുമ്പുള്ള ഉമ്മോടൊപ്പം ഫോട്ടോ എടുക്കുവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇമോഷണൽ സീൻസ് നമ്മൾ ഇതിനകത്ത് കാണിക്കത്തില്ല കേട്ടോ. ചെറിയ മാനസിക കാണാൻ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. Tata, bye. See you. Happy day. ഇറങ്ങ്. അപ്പൂപ്പനായല്ലോ, ഇന്നലെ വരെ അപ്പൂപ്പനല്ലേ, ഇപ്പൊ അപ്പൂപ്പനല്ലേ. ടാറ്റാ. വെച്ചോ. നല്ല ചൂടാ. നമുക്കേ ഇത് തുറന്നിട്ട് പോകുന്നതിനോടുള്ള അഭിപ്രായം എന്താ? വലിയ അഭിപ്രായം ഇല്ലല്ലേ? ചൂടായിരിക്കും. ഓക്കെ, ടാറ്റോടാ. നമ്മളിങ്ങനെ വന്ന് കോട്ടയം വരെ വന്ന് ഗൈസ്. ഭയങ്കര ബ്ലോക്കാണ്. ഭയങ്കര ബ്ലോക്കെന്ന് വെച്ചാൽ അന്യായ ബ്ലോക്ക്. നമ്മളൊരു വീഡിയോ എടുത്തരാൻ പറഞ്ഞിട്ട് പേടി. എനിക്ക് അറിഞ്ഞൂടാ വീഡിയോ. നീ ഇവളുടെ കൈ മൊത്തം അതിനകത്ത് വരില്ലേ? സ്വാഭാവികം. ഞാൻ ഒരു വ്ളോഗർ അല്ല ഗൈസ്, അതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണയൊന്നും. എന്തുടിയാ സൗണ്ട്? അത് മറ്റേ 5 മണി ആയതിന്റെ അലാമാണോ? 5 മണി സേർണ. അപ്പൊ ഇവരൊക്കെ ഉണ്ടല്ലേ. ഗൈസ്, ഇവൻ എന്നെ ഒരു മരമൊണ്ണയായിട്ടാണ് കരുതിയിരിക്കുന്നത് ഇപ്പോഴും. പക്ഷെ എനിക്ക് ഞാൻ ഓരോ വർഷം കഴിയുന്നതോറും മനുഷ്യന് ചെറിയ അറിവുകൾ അപ്ഡേറ്റ് ആവില്ലേ നമ്മള്. വലിയ രീതിയിലല്ലെങ്കിലും ഞാനും ആവുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ഞാൻ ഇവരെല്ലാം വിശ്വസിക്കാം. ഇവര് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വിശ്വസിക്കും. ഇവരിപ്പം എന്നോട് കിണറ്റില് ഇന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കിണറ്റിലെടുത്ത് ചാടാൻ പറഞ്ഞ ഞാൻ ചാടും. ഇത്രക്ക് ആർട്ടിഫിഷ്യൽ ആവരുത് കേട്ടോ. പിന്നെ അവളുടെ എക്സാമ്പിള്. നിങ്ങളെ പണ്ടും എന്നെ പറ്റിച്ചിട്ടുണ്ട്, ഇപ്പോഴും എന്നെ പറ്റിച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്റെ കൈ വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴും എന്നെ പറ്റിക്കുന്നുണ്ട്. ഞാൻ പറ്റിക്കപ്പെടുന്നില്ലേ? ഞാൻ നിന്ന് തരുന്നതല്ല, അറിയാണ്ടായി പോകുന്നതാ. എന്താ ചെയ്യാനാ? എനിക്ക് ഇച്ചിരി ചിലപ്പോ അതിനുള്ളൊരു വിവരം നിന്റെ ചായ കുടിക്കണം. ചായ കുടിക്കണം. അപ്പൊ
അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ ചായ ബ്രേക്കിൽ കാണാം ഗൈസ്. ബൈ ബൈ. അങ്ങനെ നമ്മൾ ചെറിയൊരു ടീ ബ്രേക്കിന് ആദാമിൻ്റെ ചായക്കടയിൽ എത്തിയിട്ടുണ്ട്. ചായയുടെ കൂടെ എന്തെങ്കിലും ഒരു കടി കഴിക്കാനാണ് പ്ലാൻ, ലൈറ്റായിട്ട് കഴിക്കാനാണ് പ്ലാൻ. നോക്കട്ടെ എന്തെങ്കിലും കിട്ടും. നമ്മൾ കടയിൽ കയറി 2 കോഫി, ഒരു ഉന്നക്കായ, ഒരു പഴം നിറച്ചത്, 2 കട്ട്ലറ്റ്, പിന്നെന്തായിരുന്നു, പിന്നെ ഒരു ചിക്കൻ്റെ എന്തോ ഒരു സാധനം. അവിടെ ബാക്കി ഉണ്ടായിരുന്ന സ്നാക്സ് എല്ലാം നമ്മളങ്ങ് തിന്ന് തീർത്ത്. കടയെക്കുറിച്ച് പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആദാമിൻ്റെ ചായക്കട എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരു ട്രഡീഷണൽ വൈബ് കീപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്ന ടൈപ്പ് കടയാണ്. എന്നിട്ട് നമ്മൾ ആസ്വദിച്ചിരുന്നത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പയ്യെ സ്ഥലം കാലിയാക്കി ആദാമിൻ്റെ ചായക്കടയിൽ കയറി വെറൈറ്റി ഓഫ് മലബാറി സ്നാക്സ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയതാണ്. ഫ്ലോപ്പായി പോയി. നമുക്ക് ആകെ കിട്ടിയത് ഇച്ചിരി പോകുന്ന ഒരു ഉന്നക്കായും വലിയ പഴം നിറച്ചത് വലുതായിരുന്നു. പഴം നിറച്ചത് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാത്തിനും, പക്ഷെ ഒരു സാധനം ഇല്ലായിരുന്നു. ഉന്നക്കായ്ക്ക് എത്ര രൂപ അറിയാം? ചെറിയൊരു കഷ്ടത്തിന് 35 രൂപ. അത് പറ്റിച്ചു. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ ആ ചിക്കൻ കാന്താരി ഇല്ലേ, അത് പിന്നെ ചിക്കൻ ആണെന്ന് പറയാം, അതിന് 50 രൂപ. ഉന്നക്കായ്ക്ക് 35 രൂപ. 35 രൂപ. അത് എന്തൊരു വേസ്റ്റ് ആയിപ്പോയി. കാരണം ഒന്നുമില്ലായിരുന്നു. എനിക്ക് അതിലും ഇഷ്ടപ്പെട്ടായിരുന്നു മറ്റേത് പഴം നിറച്ചത് കേട്ടോ. പഴം നിറച്ചതിന് അതിനെത്രയും എടാ, ഇങ്ങനെയുള്ള കടയിൽ ഈ സെറ്റപ്പ് ആകുമ്പോ അതിന്റെ കോസ്റ്റ് ആവും. അല്ല, ഓൾറെഡി നമ്മള് കോസ്റ്റിന്റെ അല്ലല്ലോ, നമ്മള് സ്നാക്സ് പ്രതീക്ഷിച്ച് പോയല്ലേ. 5:30 ആയപ്പോഴത്തേന് തീർന്നു. ചിലപ്പോ അവരുടെ ഒരു എന്താണ് ടാക്ടിക്സ് അതായിരിക്കും, പെട്ടെന്ന് തന്നെ സാധനം തീർത്തിട്ട്. പ്ലാസ്റ്റിക് അല്ല, എനിക്ക് ആ ഒരു വേർഡ് കിട്ടിയില്ല. മറ്റേ മാർക്കറ്റിംഗ് അതായിരിക്കും, അതൊന്നും ഉദ്ദേശിച്ചത്. പിന്നെ പെട്ടെന്ന് വന്ന വാക്കങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, ചിലപ്പോ അതായിരിക്കുമല്ലോ. ഈ സാധനങ്ങൾ പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ഇല്ലല്ലോ ആൾക്കാർക്ക്. അപ്പം വലിയ സാധനങ്ങൾ വാങ്ങില്ലേ. അപ്പൊ ഈ സമയത്ത് എന്തായാലും ആൾക്കാർ വലിയ സാധനം തിന്നാൻ വരത്തില്ല. ഇത് പ്രതീക്ഷിച്ച് വരുന്നവർ വലിയ സാധനം ഓഫ് കോഴ്സ് ഓർഡർ ചെയ്യും. ഞാൻ വന്നിട്ടില്ല എനിക്ക്, ഞാൻ ഒന്നും സൂം ചെയ്തിട്ടില്ല കേട്ടോ. പാട്ട് വെക്കാൻ എന്താ അങ്ങനെയായിരുന്നു ഉദ്ദേശം. ഞാൻ പവിഴമലർ പെൺകൊടി പാടൂ. പവിഴമലർ പെൺകൊടി എന്താ പവിഴമലർ പെൺകൊടി വരുന്നില്ല. ഇത് നാറ്റിക്കാനെ കൊണ്ട് വേറെ പാട്ടുപാട്. പവിഴമലർ പെൺകൊടി വന്നിട്ടേ എന്തോ അതിന് മനസ്സിലായില്ലേ. കറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പരസ്യം മാറുന്ന പരിപാടിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ വന്ന് നമ്മൾ ഇവിടെ മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട്. മായ നാളെ രാവിലെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് പേസ്റ്റും പിന്നെ വായ ഒന്ന് ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ട് പോളോയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇനിയും ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ ഉണ്ട് സിയാറിലോട്ട്. അപ്പം നമ്മളിനി അവിടെ ചെന്ന് മായയുടെ അമ്മ പൊതി കെട്ടി തന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കഴിക്കണം. എന്നിട്ട് ഞാൻ ഇവിടുന്ന് അവിടെ ഡ്രോപ്പാക്കിയിട്ട് നേരെ തൃശ്ശൂരൊക്കെ പോവാം. അങ്ങനെ നമ്മൾ കൊച്ചി സിയാറിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൊച്ചി സിയാർ എന്ന് പറയുന്നത് സിയാർ എന്നല്ല. റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പം ഇച്ചിരി ടയേർഡായി. ഇനി ഇതിനകത്ത് വണ്ടിക്കകത്തിരുന്ന് പൊതി കെട്ടി തന്നിട്ടുണ്ട്. അത് നമ്മൾ കഴിച്ചിട്ട് നാടൻ ഊണ് കഴിച്ചിട്ട് നമ്മൾ ബാക്കി പരിപാടി നോക്കാൻ പോവാണ്. എൻ്റെ കണ്ണൊക്കെ കണ്ടോ പഴുത്ത്. അതേടി മായയുടെ ഇന്ത്യയിലെ ഈ വർഷത്തെ അവസാനത്തെ ലഞ്ചാണ്, ഡിന്നറാണ്. രുചികരമായിട്ടുള്ള ചോറ്, ഇലപ്പൊതി സ്നേഹത്തോടെ അമ്മ ഉണ്ടാക്കി കൊടുത്തതാണ്. മുട്ടയുണ്ട്, അവിയലുണ്ട്, അച്ചാറുണ്ട്, ചമ്മന്തിപ്പൊടി ഉണ്ട്, നെല്ലിക്ക. ദിസ് ഇസ് എ ഫീലിംഗ് ഗൈസ്. എനിക്ക് നെല്ലിക്കൊന്നും കിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി കഴിക്കട്ടെ. നായിക്ക് പോകണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പോകണ്ടേ, നമുക്ക് തിരിച്ച് കിട്ടിപ്പ. എന്റെ ഐഡിയ ആയിപ്പോയി. ജർമ്മനി പോയതല്ലേ. എൻ്റെ കയ്യിൽ എന്തൊക്കെയാണെന്ന് നോക്കണം ഗൈസ്. റാപ്പുണ്ട്. ഇതൊന്ന് കാണിച്ചടി.
7 കിലോ പുറകില് 23 കിലോ അത് 2 ജാക്കറ്റ്. പോട്ടെ നടക്ക് എനിക്ക് വണ്ടി ലോക്ക് ചെയ്തില്ല. ആണോ? ഓക്കെ ബൈ, സി യാ. എത്തിടാ ഇന്നത്തെ വ്ളോഗിൽ അത്യാവശ്യം നല്ലൊരു ഫ്രെയിം കിട്ടിയത് ഇപ്പോഴാണ്. മായയുടെ പെട്ടി ഉരുട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഞാൻ മായയുടെ അടുത്ത് വേറൊരു പെട്ടി ഉരുട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അവിടെ ഇരുന്നോ, അവർ വരട്ടെ. വെയിറ്റ് എവിടെ നോക്കുന്നത്? മായ എന്തെങ്കിലും ചളി പറ. അപ്പിടാൻ മുട്ടുന്നുണ്ടോ? ഓ മൈ ഗാഡ്, ആ കൊച്ചെന്തോ പറഞ്ഞു തൂറാൻ മുട്ടുന്നു. 2A ആണെന്നായിരിക്കും. ദൈവമേ, പെട്ടിക്കകത്ത് വെയിറ്റ് കൂടുതലായിരിക്കല്ലേ. എത്രയൊക്കെയാണെന്നറിയാവോ? അത് കുഴപ്പമില്ല, 0.8 കുറച്ചാൽ മതി. വേണ്ട, ഞാൻ വെക്കാം. കറക്റ്റ് അല്ലേ? ഓക്കെ. ഇത് 22.58. ആണോ? ഞാൻ തേഞ്ഞു ഗൈസ്. എക്സ്ട്രാ സ്നാക്സ് എല്ലാം ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് വിചാരിച്ചു വന്നേ, ഒന്നും കിട്ടിയില്ല. എല്ലാം കറക്റ്റ് ആയിരുന്നു. ഈ മെഷീനിന് എന്തെങ്കിലും എറർ ഉണ്ടോന്ന് ആർക്കറിയാം. അങ്ങനെ ഞങ്ങൾ പെട്ടി റാപ്പ് ചെയ്തു, പെട്ടി തൂക്കി പെട്ടി റാപ്പ് ചെയ്തു. ഇനി മായയുടെ കൂടെ പോകാനൊരു പയ്യനുണ്ട്, പ്രവീൺ. അവനെ വെയിറ്റ് ചെയ്യണം. അവൻ അകത്ത് കയറിയെന്ന് തോന്നുന്നു. പിന്നെ ഡിലേ ആയി, 11:45. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മായയുടെ വീട്ടിൽ നിന്ന് പൊതിയെടുത്തു. പൊതിക്കകത്ത് ഓംലെറ്റ് എടുത്തു, ഇതുപോലെ അവിയലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വന്ന വഴിക്കൊന്നും നമ്മൾ വെള്ളം വാങ്ങിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കഴുകാതിരിക്കുക. അവിടെ പിന്നെ അവിടെ അപ്പിയിട്ടാലും കുണ്ടി കഴിയാറില്ല, അവർ തുടങ്ങിയല്ലേ, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് ആ ശീലമില്ല, എനിക്ക് ആ വാങ്ങിക്കാത്ത അത് കൂടെ വരുന്ന പയ്യനുണ്ടല്ലോ, അവനും ഇതുപോലെ സ്ട്രെസ്ഡ് ആയ അപ്പിടാൻ മുട്ടുന്ന. അപ്പൊ അവനും ഇതുപോലെ അതെ. നേരത്തെ ഒരു പൈലറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോയ പ്രവീൺ തൂറാൻ പോയെന്ന് പറഞ്ഞു. മായ ഇങ്ങനെ മോൾഡ് ചെയ്തല്ലോ അവിടുത്തെ ശ്രീജിത്തിനും പ്രവീണിനും ഒക്കെ ഒരുപാട് വലിയൊരു അതെ, അത് ഞാനാണ്. അതിനുശേഷത്തെ മോൾഡേഴ്സ് ജർമ്മനിയിലെ വീട്ടിലിരിപ്പുണ്ട്. എല്ലാ മോൾഡേഴ്സിനും എൻ്റെ ധന്യവാദം. കമൺ ബിലോ. അവന് വെയിറ്റ് ആയതുകൊണ്ട് അവൻ ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടാണെന്ന് തോന്നുന്നു വരുന്നത്. പ്രവീൺ മായയുടെ കൂടെ ട്രാവൽ ചെയ്യാൻ ജർമ്മനി വരെ ഉണ്ട്. മായ അവൻ്റെ ഒരു ബലത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ വ്ളോഗിൽ വരും കേട്ടോ. ഓക്കെ, സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ടിവിക്കകത്ത് വരും, കരയല്ലേ ടിവിക്കകത്ത് വരും. മായ ഡെയിലി കുളിക്കണം, പല്ല് തേക്കണം കേട്ടോ.
അവരൊക്കെ അവരൊക്കെ ഇത് പറഞ്ഞു പറഞ്ഞ് മടുത്തവരാ. നീ കൂടെ പറയാം. കേട്ടോ, ഞാൻ എന്ന് നാറ്റിച്ചോണ്ട് നടക്കല്ല. ഞാൻ എല്ലാവരും അറിയിച്ചോണ്ട് നടക്കത്തില്ല. വലിയ വിളിച്ചു കാണുമ്പോൾ ഒരു കോലം വേണം. ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നത്. നാളെ രാവിലെ പല്ല് കേൾക്കണേ. കൊണ്ട് തിരിയുന്നില്ലല്ലോ മായ. അഗെയിൻ മമ്മി ഭയങ്കര ഇമോഷണലാണ്. ഓക്കെ, എന്താടി നിന്നെ എടുത്തില്ലേ അവര്? എന്നാ പോയി എടുക്ക്. പറ്റും ബോഡി മാസ് ഉണ്ടാവില്ലേ, അത് എടുക്കണം. കയറ്റി വിട്ടില്ല, ഏതാണ്ട് പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. നമ്മൾ ആ മെഷീനിൽ പോയി ഏതാണ്ടൊക്കെ ചെയ്തിട്ട് കിട്ടിയ സാധനം വേറെയാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ കയറ്റി വിടുമായിരിക്കും. ഫൈനലി സെറ്റായിട്ടുണ്ട്. നായകത്തോട്ട് കയറി. അങ്ങനെ മായ വിട്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റോപ്പ് തൃശ്ശൂർ. ലൈഫ് ഈസ് ഫക്ഡ് അപ്പ്, ഐ കം ടു ബാലൻ. നമ്മൾ ബാലൻ്റെ വീടെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി വണ്ടി കയറ്റിയിട്ടിട്ട് ഒരു പൂര ഉറങ്ങി ബാക്കി നാളെ. ഓൾമോസ്റ്റ് പടം ഫോർ ദ ഡേ. അപ്പോൾ ഗുഡ് നൈറ്റ്. ഇനി നാളെ കാണാം. ഗുഡ് നൈറ്റ് ഗൈസ്. നമ്മുടെ ഇന്നത്തെ പ്രധാന അജണ്ടകൾ വിഷ്ണുവിൻ്റെ വീട് പണിയുന്ന സ്ഥലത്തേക്ക് പോകുക എന്നുള്ളതാണ്. ചട്ടിത്തലയും ഷഡ്ഡി ഇട്ടിട്ടാണ് ഇറങ്ങി വരുന്നത്. എടാ, ആർ യു സീരിയസ്? ഓ മൈ ഗോഡ്. നേരെയാ? അത് തിരിച്ചു വരുമോ? തിരിച്ചു വരാനാ. പിന്നെ ഇവിടെ കൂലങ്കഷമായ ചർച്ചകളാണ് ഗൈസ്. പുതിയൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്യാനുള്ള. അപ്പം ഇനി ഇവിടുന്ന് ഓടൊക്കെ നോക്കാൻ പോകണമെന്നൊക്കെ പറയുന്നു. നോക്കട്ടെ. മനസ്സിൽ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഫ്ലോപ്പായിപ്പോയി. നല്ല രീതിക്ക് ഫ്ലോപ്പായിപ്പോയി. അതൊക്കെ പോട്ടെ. ഇത് റെനോവേഷൻ ആയതുകൊണ്ട് ഓൾറെഡി സ്റ്റെയർ ഇല്ലായിരുന്നു. അപ്പം ഈ ഒരു ഗ്യാപ്പിൽ സ്റ്റെയർ വെക്കണം. അപ്പോൾ അതിൻ്റെ കൂലങ്കഷമായ ചർച്ചയായിരുന്നു നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത്. ഇതേ പണിക്ക് വേണ്ടിയിട്ട് കുറച്ച് പെയിൻറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. സ്റ്റിൽ ഹീസ് ഇൻ ഹിസ് നിക്കേഴ്സ്. വിഷ്ണുവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു എ സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് ഓടിടാൻ വേണ്ടിയിട്ട്, ഓടിൻ്റെ സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാത്തിമ സെറാമിക്സിൽ വന്നേക്കുക. ഫാത്തിമ ടൈൽസ്. പക്ഷെ ഇവിടെ വന്ന് നിൽക്കുന്ന നോക്കുമ്പം വേറൊരു അടിപൊളി സാധനം കാണാൻ പറ്റും കേട്ടോ. ഈ ടവർ കണ്ടോ? ഇജാതി ടവർ. ഇവിടെ ഇന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് സെറാമിക്സും ഫാത്തിമ ടൈൽസിലുമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ ടവറും കാണാം. കൊള്ളാം. വെറൈറ്റീസ് ആൻഡ് വെറൈറ്റീസ് ഓഫ് ഓടുകൾ ഇവിടെ കാണാൻ പറ്റും. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഓട് കണ്ടോ? കൊള്ളാം. ചോക്കുമലയിൽ ഇരുന്നിട്ട് ചോക്ക് തപ്പി പോകേണ്ട അവസ്ഥ വന്നാൽ എങ്ങനെ ഇരിക്കും? ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് ഓടിൻ്റെ ഫാക്ടറി, എന്നിട്ടുള്ള നമുക്ക് റിക്വയർമെൻറ്റിനോട് വേണ്ടിയിട്ടുള്ള ഓട് കിട്ടിയതുമില്ല. നമ്മൾ തപ്പി ഒരു പരുവായി. അവസാനം ഓട് തപ്പി ക്ഷീണിച്ച അവസാനം ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ ദർബാർ ഫുഡ് കോർട്ടിലോട്ട് വന്നു. അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് പ്ലേസാണ് കേട്ടോ. അടിപൊളി ആംബിയൻസും
ഒരുപാട് കടകളും നല്ല ഒരു ഗാർഡനും കൂടെ ഉള്ളൊരു ഫുഡ് കോർട്ട്. നമ്മളവിടെ നിന്നിരുന്ന് ചായയും കുടിച്ച് അത്യാവശ്യം ഒന്ന് റിലാക്സായി വൈകുന്നേരം ഇനി അമ്പലത്തിൽ പോകാനുള്ള അടുത്ത പ്ലാനിങ്ങിലാണ്. ടൈം ഫോർ പാക്കപ്പ്. അപ്പം ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ കുളിച്ചിട്ട് റെഡിയായി വടക്കുന്നാഥിലോട്ട് ഇറങ്ങണം. അവിടെ നിന്ന് തൊഴുത് ദീപാരാധനയൊക്കെ തൊഴുത് സുബ്രുവിനെയൊക്കെ കണ്ട് സന്തോഷമായിട്ട് ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ ഇനിയും പത്തനംതിട്ടയിലോട്ട്. ഓൾറെഡി മനസ്സമാധാനം ഉണ്ടെന്നാണ്. എനിക്കൊരു മനസ്സമാധാനമില്ല. എൻ്റെ മനസ്സമാധാനമൊക്കെ പോയിട്ട് കുറേ ആയി. റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ വടക്കുന്നാഥനെ തൊഴാൻ വേണ്ടിയിട്ട് സുബ്രു അവിടെ വെയിറ്റിംഗ് ആണ്. സുബ്രു എവിടെയാണെന്ന് നമ്മൾക്ക് ഇനി കണ്ടുപിടിക്കണം. പടിഞ്ഞാറേ കോവിൽ അല്ലേ? നമ്മളെങ്ങനെ വണ്ടി കയറ്റാൻ റൈറ്റ് സൈഡിലോട്ട് എടുക്കട്ടെ? ഇതിൽ കയറ്റാൻ പറ്റൂല. ഇത് തെക്കേ കോവിൽ നട. ഇവിടെയാണ് നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുക. ആ സൈഡ് കാണിക്കും. വന്നിരിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ. ഇപ്പോൾ ഭയങ്കര കേട്ടോ. ഏത് സമയത്താണേലും അതുകൊണ്ട് ആകാശം കണ്ടോ, അടിപൊളി സ്കൈ. സൂം ചെയ്ത് സ്കൈ കണ്ടില്ലേ? ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് സുബ്രുവിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സുബ്രു ഇവിടെ എവിടെയോ ഉണ്ട്. അമ്പലത്തിനകത്ത് വീഡിയോഗ്രാഫി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. നമ്മളത് പറയാൻ വേണ്ടിയിട്ട് ആ ഒരു നോട്ടീസിൻ്റെ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ പോലും നമ്മളോട് പറഞ്ഞു അത് പറ്റില്ല. പക്ഷേ കൂത്തമ്പലത്തിൽ കയറിയപ്പോഴത്തേക്കും ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം വേണ്ടെന്ന് വെച്ചപ്പോൾ സുബ്രു പറഞ്ഞു 1-2 എടുത്തോന്നാൻ പറഞ്ഞിട്ട് ഞാൻ 1-2 ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അമ്പലത്തിനകത്ത് വീഡിയോഗ്രാഫി പാടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇത് അമ്പലത്തിന് പുറവശമാണ്, പുറത്താണ്. അപ്പോൾ വടക്കുന്നാഥനെ തൊഴുത് പീസ്ഫുള്ളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കിനി അവിടെ എല്ലാവരും പോയിരിക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് സമാധാനത്തിൽ ഇരുന്നിട്ട് ഞാനും സുബ്രുവും കൂടെ തിരിച്ചു പോവുക. സുബ്രുവിനെ വഴിയിലിറക്കി വിടും, ഇവനെയും വഴിയിലിറക്കി വിടും. ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു പോകും. സുബ്രുട്ടാ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. വടക്കുന്നാഥനെ തൊഴുത് കപ്പലണ്ടി നിന്ന് റൗണ്ടിൽ കൂടെ നടക്കുന്ന കാഴ്ചകളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കപ്പലണ്ടി ഇങ്ങനെ പൊട്ടിച്ചിടുന്നത് കണ്ടിട്ടുണ്ടോ? ടെക്നോളജിയാ. ബാല എന്നാ ടെക്നോളജിയാ അത് കാണിച്ചു കൊടുത്തടാ. കണ്ടോ? അത് ഭയങ്കര റോബസ്റ്റ് ഡിസൈനാണ്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കപ്പലണ്ടിയുടെ മെയിൻ പരിപാടി ഇങ്ങനെ ആയിരിക്കും. സുബ്രുട്ടാ കേട്ടിട്ട് കേൾക്കാതെ പോകണം. അടിപൊളി. സാറേ ഒരു വീഡിയോ എടുത്തോട്ടെ സാറേ. ഇത് കൊള്ളാം കേട്ടോ. മുള്ളറ്റാണോടാ ഇത്? ഇവിടെ പൊടിയൊക്കെ ഇരിക്കുന്നു. ഇതാണ് ഗൈസ്, അതെ, തൃശ്ശൂരുകാരുടെ അഹങ്കാരം, സിനിമാ പ്രാന്തന്മാരുടെ അഹങ്കാരം, തൃശ്ശൂരെ രാഗം. അഹങ്കാരമായിട്ടുള്ള ന്യൂ ഭാരത് അല്ലേ? ലക്ഷ്മി പ്രകാശ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് കഴിഞ്ഞ ഡിസംബറിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ന്യൂ ഭാരത്. നമ്മൾ ന്യൂ ഭാരതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പോയി നമ്മൾ എന്താ കഴിക്കുന്നേ? അവിടെ എന്താ മെയിനായിട്ടുള്ള ഊണ്, പിന്നെ ഞാൻ മെയിൻലി ഇവിടുന്ന് തൈര് വടയാണ് കഴിക്കാറ്. തൈര് വട അല്ലേ? അടിപൊളിയല്ലേ? പിന്നെ നമ്മളെന്താ പറയാ, ബദാം മിൽക്ക് കിട്ടും. പിന്നെ ഷുഗർ ഫ്രീ ഐസ്ക്രീം കിട്ടും. ഷുഗർ ഫ്രീ ഐസ്ക്രീം അല്ലേ? വിത്തൗട്ട് എന്നൊക്കെ പറയണത്, വിത്തൗട്ട് ചായ പോലെ
ഐസ്ക്രീം ഒക്കെ കിട്ടും. വിത്തൗട്ട് ഷുഗറുള്ള ഐസ്ക്രീം, മധുരം മധുരം ഇല്ലാത്ത ഐസ്ക്രീം അല്ലേ? അത് കൊള്ളാം, അത് വെറൈറ്റിയാ. അപ്പം ഷുഗർ ഇല്ലാത്തവർക്ക് ഐസ്ക്രീം കഴിക്കാനുള്ള ക്രേവിങ്സ് ഉണ്ടെങ്കിൽ ന്യൂ ഭാരതിലോട്ട് വരിക. തൃശ്ശൂർ ന്യൂ ഭാരത്. മോനെ എക്സ്പീരിയൻസ്ഡാ. ഭാരത അല്ലേ? ഹോട്ടൽ ഭാരത്. ഭാരത് ഒന്നുമില്ല കേട്ടോ, ന്യൂ ഒന്നുമില്ല കേട്ടോ, ഭാരത് മാത്രം. എനിക്കറിയില്ലല്ലോ, ഞാൻ പത്തനംതിട്ടക്കാരൻ, എനിക്കൊന്നും അറിഞ്ഞൂടല്ലോ. അല്ല, കഴിഞ്ഞ വർഷം വന്നപ്പോഴേ ഇതുപോലെ ഒരു ന്യൂ ഭാരത് എവിടെ നോക്കിയിട്ട്. ജില്ല പറയരുത് കേട്ടോ, തെണ്ടി ജില്ല പറയരുത്. എനിക്ക് തൊട്ടടുത്ത് 25 കിലോമീറ്റർ പോകുന്നു. പിന്നെ ഇതുവരെ പറയണോ? എന്തൊക്കെയാ? പൊറോട്ട, ചപ്പാത്തി, നാൻ, പൂരി. എനിക്ക് പൂരി മതി. നീ സൂപ്പ് പറഞ്ഞോ? നീ വേറല്ല അതിൻ്റെ കൂടെ എന്താ കഴിക്കുന്നത്? വേറെ എന്തെങ്കിലും പറ, വെറൈറ്റി എന്തെങ്കിലും പറ. നീ മസാല ദോശയല്ലേ പറഞ്ഞേ? ഞാൻ പൂരി മസാല. ഗുലാബ് ജാമുൻ പോലെ തൈരുവട. തൈരുവട അല്ലേ ഇത്? അതിൻ്റെ ആ തണുപ്പും ആ വടയുടെ ടേസ്റ്റും എല്ലാം ഒരുമിച്ച് നീളം മധുരമായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അടിപൊളി സാധനം. ഇത് റെക്കമെൻഡബിൾ സാധനം കേട്ടോ, ഈ സാധനം അടിപൊളി. എങ്ങനെടാ? ഫ്ലോപ്പായെന്ന് തോന്നുന്നു കേട്ടോ. ഫ്ലോപ്പായി ഫേസിലുണ്ടത്. ചോദിച്ചു നോക്കിയാൽ റൈറ്റ് ഉണ്ടോ? അതൊരു അടിപൊളി ഡിന്നർ ആയിരുന്നു അല്ലേ? പക്ഷേ ഇവന്റെ മാത്രം ഫ്ലോപ്പായി പോയി. എന്താ സ്റ്റഫ്ഡ് പൊറോട്ട അല്ലേ? അവിടുത്തെ സ്റ്റഫ്ഡ് പൊറോട്ട കഴിച്ചിട്ട് എനിക്ക് അത്ര ഇതായില്ല. മിക്സഡ് സ്റ്റഫ്ഡ് പൊറോട്ട. അതെ, ദാറ്റ്സ് നോട്ട് ഈസിലി റെക്കമെൻഡബിൾ സാധനമല്ല അത്. അതായത് അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് അങ്ങനെ കാര്യമായിട്ടുള്ള ഫ്ലേവറോ ഒന്നും ഫീൽ ചെയ്യുന്നില്ലേ? ഫീൽ ചെയ്യുന്നുണ്ട്, ബട്ട് ഓവറായിട്ടൊരു ഇതൊന്നുമില്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ള സാധനം. അത് മാത്രമേ ഉള്ളൂ മോശം എന്ന് പറയാൻ, ബാക്കിയല്ല അടിപൊളിയായിരുന്നു. അത് പക്ഷേ മറ്റേ ചെന്നൈയുടെ കൂടെ കഴിക്കാൻ കുഴപ്പമുണ്ടായിരുന്നില്ല. ആണല്ലേ? ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ മാത്രമേ ഇഷ്ടമുള്ളൂ. ഞാൻ പൂരി എന്ന് പറഞ്ഞു. പൂരി ഇല്ല, ചന വെട്ടൂര. ഓക്കെ, എടുത്തു പറയാനുള്ളത് ആ തൈര് വട കേട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി സാധനം എന്ന് വെച്ചാൽ അടിപൊളി സാധനം. വരിക, അത് വന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോഴേ അതിൻ്റെ ഒരു അത് മനസ്സിലാകത്തുള്ളൂ. അതിങ്ങനെ ഇറങ്ങി പോകുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. എത്ര ശബ്ദ കോലാഹലങ്ങളുണ്ടെങ്കിലും എത്ര ആളും ആരവവും ഉണ്ടെങ്കിലും ഇവിടെ വരുമ്പോൾ ഒരു സമാധാനമുണ്ട്. ആ സമാധാനം സീക്കുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് മനസ്സെത്ര കലുഷിതാണേലും, മനസ്സിൽ എത്ര സ്ട്രെസ്സാണെങ്കിലും എത്ര ആങ്സൈറ്റി ആണെങ്കിലും ഡിപ്രസ്ഡ് ആണെങ്കിലും ഇവിടെ വന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് എടുത്തൊരു ബ്രീത്തിങ് എക്സസൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനങ്ങനത്തെ ഈ ഒരു സ്ഥലത്തിന് അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. പറയണ്ട, വാക്കുകൾ കൊണ്ട് പറയണ്ട, പ്രവൃത്തി കൊണ്ട് അറിയാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇത്. കുറച്ചു നേരം പോയി ഇന്ന് പീസ്ഫുള്ളായിട്ടിരിക്കട്ടെ. വീഡിയോ ക്വാളിറ്റി ഭയങ്കര മോശമാണ്. അപ്പം ജീവിതത്തിൽ എപ്പോഴേലും നമ്മൾ ലോ ആണെങ്കിൽ അല്ലെങ്കിൽ ലോവസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ റോക്ക് ബോട്ടം അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുക. ഇവിടെ വന്ന് കുറച്ചു നേരം ഇരുന്നാൽ മതി, നമ്മൾ സെറ്റാവും. ദാറ്റ്സ് ടിപ്പിക്കൽ സുബ്രു. സെറ്റാവും എന്നുള്ളൊരു വിശ്വാസം നമുക്കിവിടെ വന്നാൽ കിട്ടും. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? രാത്രി 10 മണി. അപ്പോൾ ഇവിടുന്ന് ഇനി നേരെ പത്തനംതിട്ട ഒരു 3-4 മണിക്കൂർ എടുക്കും. ഒറ്റ ഡ്രൈവാണ്, വീടിച്ചില്ല, കിടന്നുറങ്ങുക. അപ്പോൾ ഇനിയും വീഡിയോ ഇല്ല. ബൈ. See ya. അപ്പോൾ this is me Anandan signing off from channel 66 once again from Subru and Vishnu. Bye bye.